ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്തോളൂ. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. അങ്ങനെ ഒളിച്ചോടിപ്പോയ മെഹനാസിന്റെ ഭാര്യയായ സഫ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തമായ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ടാണ് പുള്ളിക്കാരി വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വിവരിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേഗം സഫയുടെ വെളിപ്പെടുത്തലിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു 3-4 വർഷം മുമ്പേ ദുബായിൽ ഒരു ഫ്ളാറ്റിൽ വെച്ച് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മരണപ്പെടുന്നു. റിഫ മെഹ്നോ എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ ഭർത്താവിന്റെ പേരാണ് മെഹനാസ്. എന്നിരുന്നാലും അവൾ മരിച്ച ഉടനെ തന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള മെഹനാസ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ, നേരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് അങ്ങ് പോയി. എന്റെ ഭാര്യ മരണപ്പെട്ടു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യ അപ്പുറത്ത് മരിച്ചു കിടക്കാണ്. അപ്പോഴാണ് അവന്റെ കുണത്തിൽ ഒരു ലൈവ് പരിപാടി. എന്തായാലും അതോടുകൂടി ഇവൻ ഫുൾ ഉടായ്പാണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. എന്നിരുന്നാലും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന മെഹനാസ് എന്താക്കി, റിഫ മരിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച പെണ്ണിന്റെ പേരാണ് സഫ. അങ്ങനെ സഫയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഈ പറയുന്ന മെഹനാസും സഫയും കൂടി ഒരു ഫാമിലി വ്ലോഗ് ഒക്കെ തുടങ്ങി. അങ്ങനെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുകയാണ്. അതിനുശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ വീണ്ടും ഇവരുടെ ഫാമിലി വ്ലോഗ് ഒരു റീസ്റ്റാർട്ട് ആക്കുന്നു. അങ്ങനെ ഫാമിലി വ്ലോഗും കാര്യങ്ങളും ഒക്കെ ആയി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവർ വീഡിയോ ഇടുന്നൊക്കെ അങ്ങ് നിർത്തി. അങ്ങനെ 3-4 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഈ പറഞ്ഞ മെഹനാസ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. എന്താണ് വെളിപ്പെടുത്തൽ? എന്റെ ഭാര്യയായിട്ടുള്ള സഫ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇതായിരുന്നു മെഹനാസിന്റെ വെളിപ്പെടുത്തൽ. ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ സഫ ഒളിച്ചോടി പോയത് ആര് കൂടെയാണെന്ന് അറിയോ? പ്രമുഖ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഫസ്മിന സാക്കിറിന്റെ മുൻ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് സബീൽ അഥവാ ലല്ലൂബിന്റെ കൂടെ. ഈ ഫസ്മിന സാക്കിറിനെ അറിയാവുന്ന ഒരാൾക്കും ലല്ലൂബിനെ അറിയാതിരിക്കില്ല. കാരണം അത്രയും വലിയ ഭൂലോക ഫ്രോഡാണ് ഈ ലല്ലൂബി എന്ന് പറയുന്നവൻ. അവന്റെ കൂടെയാണ് ഈ പറയുന്ന സഫ ഒളിച്ചോടി പോയിരിക്കുന്നത്. എന്നിരുന്നാലും തന്റെ ഭാര്യയായിട്ടുള്ള സഫ ഒളിച്ചോടി പോയി എന്ന് മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിന് പിന്നാലെ ഈ സഫ എന്താക്കി, ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു അക്കൗണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിലൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് റൂമറും കേട്ടായിരുന്നു, ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഗായ്സ്, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ റൂമറൊന്നും സത്യമല്ല. ഓക്കെ, ശരി. ആ റൂമർ പ്രചരിപ്പിച്ചത് മറ്റാരുമല്ല, നിന്റെ ഭർത്താവാണ്. അല്ലാണ്ട് നിന്റെ അയൽവാസികളോ നാട്ടുകാരോ ഒന്നുമല്ല. റൂമർ ഒന്നും സത്യമല്ല പോയത്. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല, ഞാൻ ഫ്ലാറ്റിലാണുള്ളത്, എന്റെ ഫ്ലാറ്റ് കണ്ടോളൂ എന്നുള്ളത്. നീ ഇവിടെ ഫ്ലാറ്റിലാണ് എന്ന് പറയുന്നു എന്നല്ലാതെ നീ ഏത് ഫ്ലാറ്റിലാണ്, എവിടുത്തെ ഫ്ലാറ്റിലാണെന്നൊന്നും പറയുന്നില്ലല്ലോ. നീ പറയുമ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറ. നീ മുമ്പ് താമസിച്ച അതേ ഫ്ലാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, അത് വേറെ ഫ്ലാറ്റിലാണോ? അത് നീ കൃത്യമായിട്ട് പറ. അതല്ലാതെ ഏതോ ഫ്ലാറ്റിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല ഗായ്സ്, ഞാൻ ഇപ്പൊ ഫ്ലാറ്റിലാണുള്ളത്, കണ്ടില്ല ഗായ്സ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഞങ്ങൾ ആരാ മണ്ടന്മാരാണോ? പറയുമ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറ. നീ മുമ്പുള്ള അതേ ഫ്ലാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നീ ഒളിച്ചോടി പോയിട്ടില്ല, ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നീ ഒളിച്ചോടി പോയത് തന്നെയാണ്. ഒരുമാതിരി ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ല മോളെ. എന്തായാലും സഫ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ ഇവൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് എന്നുള്ള ആരോപണവുമായിട്ട് മെഹനാസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയിലൂടെയാണ് മെഹനാസ് ഈ ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അപ്പൊ തന്നെ അവൻ അത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. എന്തായാലും അതിന് പിന്നാലെ സഫ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടുനോക്കാം. ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും. ബെസ്റ്റ്. അവസാനം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഈ ലല്ലു ബിബിയുമായി ഒളിച്ചോടി പോയതിനു ശേഷം ഈ പറയുന്ന ലല്ലു ബിബി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ഒരു ലൈവ് ആയിരുന്നു കേട്ടത്. ആ ലൈവിൽ സഫയും സഫയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. ലൈവ് ജസ്റ്റ് ഓൺ ആക്കി അപ്പൊ തന്നെ കട്ട് ചെയ്തു. എന്തായാലും ലല്ലു ബി ആ ലൈവ് ചെയ്തതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലൈവേ ലല്ലു ബി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ സഫ പറയുന്നത്. സഫയ്ക്ക് ഇനിയിപ്പോ അങ്ങനെ പറയാലോ, കാരണം വളരെ കുറച്ച് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ലൈവ് ആയതുകൊണ്ട് തന്നെ ആരും അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. കുറച്ച് സമയം കൂടി നീണ്ടു നിൽക്കുന്ന ലൈവ് ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് റെക്കോർഡ് ചെയ്തേനെ. പക്ഷെ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഫക്ക് ധൈര്യത്തിൽ പറയാലോ ഇങ്ങനെ ഒരു ലൈവ് നടന്നിട്ടേ ഇല്ല എന്നുള്ളത്. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. നല്ലതായിരിക്കും കുറച്ച്. ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷനുമായി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവര് വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ? ശരി, നീ സാധാമാര് പുറത്തിറങ്ങുകയാണ് ഇവിടെ ചെയ്തത് മോളെ. അങ്ങനെയാണെങ്കിൽ ആരും നിന്നെ കുറിച്ച് ഒളിച്ചോടി എന്ന് പറയൂലല്ലോ. നീ വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്. അതിന് നമ്മുടെ നാട്ടിൽ ഒളിച്ചോട്ടെന്നാണ് പറയുക. അതുകൊണ്ട് നീ ഇറങ്ങി പോയിന്ന് പറയല്ലോ മോളെ, നീ കറക്റ്റ് ഒളിച്ചോടി പോയി തന്നെയാണ്. നീ വല്ലാണ്ട് സ്വയം വെളുപ്പിക്കാൻ നോക്കല്ലേ. നീ ബാക്കി പറഞ്ഞായിരുന്നു അവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോ ഞാൻ
മാനുവിനെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി. ഫസ്മിന സാക്കിറിനല്ല ഉദ്ദേശിച്ചത്, നമുക്ക് നല്ലോണം മനസ്സിലായി. ഫസ്മിന സാക്കിറിന്റെ ഭർത്താവിന്റെ കൂടെയാണ് ഈ പറയുന്ന സഫ ഒളിച്ചോടി പോയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഫസ്മിന സാക്കിർ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് പുള്ളിക്കാർ ഇപ്പൊ പറഞ്ഞത്. എന്തെന്നായാലും ഒരു കാലത്ത് ഈ പറയുന്ന സഫയും ഫസ്മിന സാക്കിറും കട്ട ചങ്കുകളായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഒരാളോടാണ് ഇപ്പൊ ഈ സഫ മൂഞ്ചിപ്പിക്കുന്ന പരിപാടി കാണിച്ചത്. എന്തായാലും മോശമായി പോയി സഫ. തോളിൽ കയറ്റി ചങ്കിനോട് തന്നെ ഇങ്ങനെ മൂഞ്ചിപ്പിക്കേണ്ടായിരുന്നു. എന്തായാലും ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞതും ഫസ്മിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഈയിടായിട്ട് ഫസ്മിനെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചവർക്ക് അറിയാൻ മതിയാകും. നിരന്തരമായി തന്നെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലുബിക്കെതിരെ വീഡിയോ ചെയ്യലാണ് ഫസ്മിനെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. പലപ്പോഴും ഈ പറയുന്ന ലല്ലുബി ഒരു കോഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫസ്മിന് ചില പരിപാടികൾ ഒപ്പിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ ലല്ലുബിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരെ കൊണ്ട് ഓരോ കോഴി വർത്താനങ്ങൾ പറയിപ്പിച്ച് അതിനെ സ്ക്രീൻഷോട്ട് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് അത് വെച്ച് ഒരു വീഡിയോ ചെയ്യും. ഇങ്ങനെ ഒരു പരിപാടി എടുക്ക് ഫസ്മിന സാക്കിർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുത്തി പറയുന്ന രീതിയിലാണ് ഇപ്പൊ സഫ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോണമെന്ന് തോന്നിയിട്ടില്ല. പോണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. നീ പണ്ടേ പോയിരുന്നല്ലോ. 1.5 വർഷം മുമ്പേ നീ മെഹനാസിൽ നിന്നും ഒരു വട്ടം തെറ്റി പിരിഞ്ഞു പോയതല്ലേ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി നിങ്ങളെടുത്ത് ഊക്കിയത് കാരണം നിങ്ങൾ വീണ്ടും ഒന്നിച്ചതല്ലേ. എന്നിട്ട് അവള് വീണ്ടും ഡയലോഗായിട്ട് വന്നേക്കുവാണ്. പോകുകയാണെങ്കിൽ എനിക്ക് പണ്ടേ പോകായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നീ പണ്ടേ പോയതാണ്, വീണ്ടും തിരിച്ചു വന്നതാണെന്ന്. അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് അടിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല മോളെ. ഇനി ഇവിടെയും കൊണ്ടും അവസാനിച്ചില്ല കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് സഫ വന്നിട്ടുണ്ട്. ഒന്നും നമ്മൾ വിടില്ല കേട്ടോ. എല്ലാം കീറി മുറിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകണുള്ളൂ. എന്തായാലും കണ്ടോക്കാം. ഹേ ഗൈസ്, അപ്പൊ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ആയപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 100 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബ് കൂടി കയറിയാലാണെങ്കിൽ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ലൈവ് ഇടാം, ഞാൻ ഫ്ലാറ്റിലാണ് ഉള്ളതെന്ന്. പിന്നെന്താ ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ലൈവ് ഇടാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ എന്തോ സംഭവം എഴുതി കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. എനിക്ക് യൂട്യൂബിൽ എനിക്ക് എവിടെ ഇട്ടാലും കുഴപ്പമില്ല. യൂട്യൂബിൽ ഇൻസ്റ്റയിലും എവിടെ ഇട്ടാലും വിഷയമൊന്നുമില്ല. പുതിയ അക്കൗണ്ടാണ്, മോണിറ്റൈസേഷൻ ഒന്നും ഓണല്ല, ഫണ്ടിനും വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ലൈവ് ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലും എനിക്ക് ഇടാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ എന്തോടും ഇടാൻ പറ്റാത്ത ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 100 സബ്സ്ക്രൈബർ ആക്കി തന്നാൽ ഞാൻ ലൈവ് ഇടുന്നതാണ്. അച്ചോടി ഈ പാവം യൂട്യൂബിൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കാൻ വേണ്ടി പെടുന്ന ഓരോ പെടാപ്പാടുകളെ. അവള് യൂട്യൂബിൽ ലൈവ് മാത്രമേ എടുത്തുള്ളൂ. അവൾക്ക് വീഡിയോ ആക്കി ഇടാൻ പറ്റത്തില്ല. കാരണം വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇതേമാതിരി 100 സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കണ വർത്താനം പറയാൻ പറ്റൂലല്ലോ. സംഭവം അവൾക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബിൽ 100 സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കണം. അതിന് വേണ്ടി അടുത്ത അടവായിട്ട് ഇറങ്ങിയേക്കുവാണ്. എനിക്ക് യൂട്യൂബിൽ ലൈവ് ഇടാൻ പറ്റത്തില്ല. യൂട്യൂബിന്റെ പോളിസി പ്രകാരം 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും യൂട്യൂബിൽ ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഗൈസ് എന്നൊക്കെ. എന്തൊരു അടവാണെന്ന് നോക്കിയത് നിങ്ങൾ. ഒരു 100 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കൂട്ടായ്പാണില്ലേ കാണിക്കുന്നത്. കഴിഞ്ഞില്ല, ബാക്കിയുടെ കണ്ടോക്കാം. ഗൈസ്, എന്റെ ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ലിങ്ക് ത്രൂ ആ നെയിം ഒന്ന് അടിച്ച് നോക്കാമോ? എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഇൻസ്റ്റയിലും ലൈവ് ഇടാൻ നോക്കി, യൂട്യൂബിലും നോക്കി, രണ്ടിലും എനിക്ക് പറ്റുന്നില്ല. യൂട്യൂബിലാണ് പിന്നെ ഒരു ഹോപ്പ് കണ്ടത്, എത്രയോ ഫോളോവേഴ്സ് ആയിട്ട് അങ്ങനെ ആവും. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. ഇൻസ്റ്റയിലാരും അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പുതിയ അക്കൗണ്ട് അല്ലേ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ലൈവ് സെറ്റ് ആയിക്കാൻ എന്തായാലും ലൈവ് ഇടും. കുറേ പേര് ലൈവ് ഇട്ടുകൊണ്ട് ഇടും ചോദിച്ചുകൊണ്ട് മനഃപൂർവ്വം ഇടാത്തല്ലേ ഇതാ സംഭവം. ഞാൻ തെളിവടക്കം ഇങ്ങനെ ഇടുന്നുണ്ട്. ഓക്കെ, അത് ശരി. നിനക്ക് തെളിവ് പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ ലൈവിൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ, അല്ലാതെ വീഡിയോ ആയിട്ട് പുറത്തു വിട്ടൂടെ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. യൂട്യൂബിൽ ലൈവ് ഓൺ ആയാലേ ഞാൻ തെളിവ് പുറത്തു വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി എന്നെ സഹായിക്കണം എന്നാൽ ഞാൻ തെളിവ് പുറത്തു വിടാൻ നോക്കി. എന്നിട്ട് അതും വിശ്വസിച്ച് ഇവിടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറെ പൊട്ടന്മാരും പൊട്ടത്തിമാരും കാത്തിരിക്കുന്നുണ്ട്. എന്തിന്? ഇവിടെ തെളിവ് പുറത്തു വിടുന്നതും കാത്ത് ഇപ്പം കാത്തിരുന്നു. അവളിപ്പോ തെളിവ് പുറത്തു വിടും. ഇതൊക്കെ അവളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള അടവാണെന്നുള്ളത് ഇപ്പോഴും കുറെ പൊട്ടന്മാർക്കും പൊട്ടത്തിമാർക്കും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ഇവിടെ ലൈവ് വരുന്നു കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാത്തിരുന്നു ഇപ്പം ഒരു ലൈവായിട്ട്. എന്തായാലും കൊള്ളാം, അത് അങ്ങനെ ഒരു സാധനം. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ ഇന്നലെ ഫസ്മിന സാക്കിർ കുറച്ച് വീഡിയോകളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇന്ന് ഫെബ്രുവരി 16, 2026. കഴിഞ്ഞ വർഷം ഇതേ സമയം എന്റെ നിക്കാഹ് നടന്ന ദിവസമാണിത്. ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ്. അപ്പോ 1 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ തോന്നി. ആൻഡ് ഐ ഫെൽറ്റ് റിയലി സാഡ് ഫോർ മൈസെൽഫ്. ഒരാള് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടത് 1 വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തു. ആൻഡ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം എന്റെ ഉപ്പാക്ക് അവൻ കൈ കൊടുത്തത് എന്റെ തലയിലോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. ആൻഡ് യാ, ഇൻഷാല്ലാ എല്ലാ ഒരു ദിവസം ശരിയാവും. ഇതിന്റെ അപ്പുറം നമ്മൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇതാക്കും. എന്റെ അടുത്ത് ഓക്കെ ആണെന്ന് ചോദിക്കുന്നവരോടാണെങ്കിൽ പറയാൻ ഐ എം വെരി ഫൈൻ. ബിക്കോസ് ഇതിന്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എനിക്ക് ഒന്നും അല്ലെന്നല്ല, വിഷമമുണ്ട്. ബിക്കോസ് എന്റെ കൂട്ടുകാരിയായിരുന്നു, അവൾക്കെല്ലാം അറിയായിരുന്നു. അപ്പം ആരും ആ ലോകത്ത് വിശ്വസിക്കാന്ന് തോന്നിപ്പോയി.
പോട്ടെ, സാരില്ല. തോളിൽ കൈയിട്ട് നടക്കുന്നവൾ തന്നെങ്കിലും മൂഞ്ചിപ്പിക്കുന്നതിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഫസ്മിനക്ക് ഇതൊരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, സാരില്ല, പോട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. നിന്നെ ചതിച്ച് അവള് ചെന്ന് പെട്ടത് ഒരു ഊളന്റെ കയ്യിലല്ലേ, അവന്റെ കയ്യിൽ നിന്ന് അവൾ നല്ലോണം അനുഭവിച്ചോളൂ. തൽക്കാലം ഞങ്ങനെ ആശ്വസിച്ചോ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. ബാക്കിയോട്ടൊക്കെ എന്തായാലും. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട റീൽസിന്റെ താഴെ എനിക്ക് കുറെ മെസ്സേജ് വന്നു, കൂട്ടുകാരി പറ്റിച്ചതിൽ സങ്കടമുണ്ട്. ഞാൻ BGM ഇട്ടിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണലി അത്രയും അടുത്ത ഫ്രണ്ട് ഒന്നും അല്ല. കഥ എന്താണെന്ന് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ബട്ട് ദെൻ ഫ്രണ്ട് ആയിരുന്നു, എല്ലാം അറിയായിരുന്നു എന്നുള്ള സംഭവം. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്റെ തലേന്ന് ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ കൂട്ടുകാരിയുടെ കുറച്ച് കുൽസിതങ്ങൾ പറയാൻ പോവുകയാണ്. ബെസ്റ്റ്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട്. മുൻ ഭർത്താവിന്റെ കുൽസിതങ്ങൾ തന്നെ ഇപ്പൊ അവളുടെ യൂട്യൂബ് ചാനലിൽ 100 എപ്പിസോഡുകളോടും കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂട്ടത്തിൽ പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് കൂട്ടുകാരന്റെ കുൽസിതത്തിന് ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നായാലും ഫസ്മിനൊക്കെ ഒരു കൊല്ലത്തേക്കുള്ള കോളായി, ഒരു കൊല്ലത്തേക്കുള്ള കണ്ടന്റ് ആയി. എന്തായാലും ഇവളെ പോലൊക്കെ ആയാൽ മതിനു. കണ്ടന്റിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. സ്വന്തം ഭർത്താവിന്റെയും കൂട്ടുകാരന്റെയും കുൽസിതം വെച്ച് തന്നെ ഒരു കൊല്ലം കണ്ടന്റ് ഓടിക്കുക വെക്ക്. പറഞ്ഞത് കാര്യമില്ല, എന്തായാലും ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. കൂട്ടുകാരി ഉടനെ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈബർ സെല്ലിൽ വിളിച്ചു പറയും, അയ്യോ ഫസ്മിന സാക്കർ എന്നെ ഭീഷണിപ്പെടുത്തും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ സൈബറിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ കോൾ വന്നായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ഇസ് എ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ ഡിസ്കസ് തിങ്സ്. നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ സംസാരിക്കാം എന്നൊരു സംഭവമല്ലേ. അപ്പം എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ സഫയും ലല്ലുവും റെഡി ആയിരിക്കണം. ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല, എങ്ങനെ ലല്ലുവിന്റെ ലൈവിൽ സഫ വന്നെന്ന്, സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു, സഫ എങ്ങനെ വന്നു, ലൈവ് എന്തിനും മ്യൂട്ട് ചെയ്തു, ഇതിനൊന്നും സഫയ്ക്ക് ഉത്തരവില്ല. ആ കമന്റ് വന്ന സഫ അപ്പതേ വാനിഷ് ആണ്, സഫ വാനിഷ് മോഡിലോട്ട് പോകും. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും സഫയ്ക്ക് ഉത്തരം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോയുടെ പിന്നാലെ സൈബർ സെല്ലിന്റെ കോൾ വന്നാലും പരാതി വന്നാലും കേസ് വന്നാലും നമുക്ക് അത് അതിന്റെ വഴിയിൽ നോക്കാം. ബിക്കോസ് ഐ എം നോട്ട് ഗോണ സ്റ്റോപ്പ് ഹിയർ. ഇതിന്റെ അന്ത്യാഭിലാഷം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന ഫസ്മിന സാക്കിർ. അതല്ലേ സഫ പറയുന്നത്? ഞാൻ പബ്ബിലൂടെ അല്ലേ നടന്നത്, കണ്ടവന്റെ ഭർത്താവിന്റെ കൂടെ വേറെ ഒരാളുടെ കുട്ടിയായിട്ട് നടന്നിട്ടൊന്നും ഇല്ലല്ലോ. സോ ചിൽ ബ്രോ, ചിൽ മാഡു. ഓക്കെ, അവസാനം പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ. അതായത് ഈ പറയുന്ന ഫസ്മിന സാക്കിറിനെ കുറിച്ച് ഈ സഫ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്മിന നിങ്ങൾ കാണുന്ന പോലെയല്ല, ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഭർത്താവിനെ നോക്കാതെ പബ്ബിലൂടെ കറങ്ങി നടന്നവളാണ് അവൾ എന്നുള്ള രീതി. അതിനുള്ള മറുപടി ആയിട്ടാണ് ഇപ്പൊ ഫസ്മിന കൊടുത്തത്. ഞാൻ കറങ്ങി നടന്നത് പബ്ബിലൂടെയാണ്, അല്ലാതെ കണ്ടവന്റെ ഭർത്താവിന്റെ കൂടെ അല്ല എന്നുള്ള രീതി. അതെന്തുകൊണ്ട് നല്ലൊരു മറുപടി തന്നെയാണ് അല്ലെ. എന്തെന്നായാലും എല്ലാം കൊണ്ട് ഇതൊരു ചീള് കേസാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാരും കണക്ക് തന്നെ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള ഖാദർ കരിപ്പൊടി 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൊടിനെ അറിയാലോ, റിഫ മെഹ്റു മരണപ്പെട്ട സമയത്ത് റിഫയ്ക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന ഖാദർ കരിപ്പൊടി. എന്തായാലും ഈ പറയുന്ന ഖാദർ കരിപ്പൊടിനെ സഫ ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഖാദർ കരിപ്പൊടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. സഫയുടെ കൈ, സഫ ചിലപ്പോൾ നാളുകളിൽ അല്ല എന്ന് പറയുമായിരിക്കാം, എനിക്കറിയില്ല. ഇവരെ ആരും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇവർ അയച്ചു തന്നതിന്റെ എല്ലാ എവിഡൻസും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാം എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഞാൻ ആ വിശ്വാസത്തിന്റെ സാധ്യതയിൽ 1% കുറച്ചു തന്നെ പറയട്ടെ. നാളുകളിൽ ആരെങ്കിലുമൊക്കെ ഇവരൊക്കെ മാറിയേക്കാം. പക്ഷേ ഈ കൈ ഇവൻ കടിച്ചുണ്ടാക്കിയതാണ് എന്ന് സഫ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ റിഫയെ ഇവൻ ചെയ്തിട്ടുണ്ടാകില്ലേ? കാലം കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും പല ആളുകൾക്ക് ചിലപ്പോൾ തോന്നിക്കാണാം എന്ത് റിഫ എന്ത് സഫ എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയല്ല. റിഫയെ പോലെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായേക്കാം, നിങ്ങളുടെ കുട്ടിക്കും നാളെ ഇതുപോലെ സംഭവിച്ചേക്കാം ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സഫ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്, അതൊന്ന് കേൾക്കാം. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ മാനുമില്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും വരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മാരിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട്. അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശരി. അപ്പൊ മെഹനാസ് അവീതത്തിന് പോയി, മെഹനാസ് തന്നെ കൈ കടിച്ചു ആക്രമിച്ചു എന്നൊക്കെയാണ് ഇവിടെ സഫ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മെഹനാസിന് അടുത്ത് നിന്നും സഫ ഓടി രക്ഷപ്പെട്ടതാണ് എന്നാണ് സഫയുടെ വേർഷൻ. അങ്ങനെ ഓടി രക്ഷപ്പെട്ടതൊക്കെ ഓക്കെ, പക്ഷെ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെട്ടത്? അതാണ് മുട്ടൻ കോമഡി. സ്വന്തം ഭർത്താവിന്റെ ടോക്സിസിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനേക്കാളും വലിയ ടോക്സിക് ആയ ഒരുത്തന്റെ മടയിലേക്ക് ഓടി കയറിയിരിക്കുന്നു. ഇവളോടൊക്കെ എന്താ പറയാല്ലേ? ഇവളേക്കാളും വലിയ ഭൂലോക മണ്ടി വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സി സഫ, നീ ഒളിച്ചോടിയതിന്റെ ചേതാവികാരമൊക്കെ നമുക്ക് മനസ്സിലാകും. നിന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് നീ അത്രയും അനുഭവിച്ചത് കൊണ്ടാകണം നീ ഭർത്താവിന്റെ അടുത്തുനിന്ന് ഓടിപ്പോയത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് നല്ലൊരാളെങ്കിലും ഒന്ന് ചൂസ് ചെയ്തൂടെ? സ്വന്തം ഭർത്താവിനേക്കാളും ഭൂലോക ഫ്രോഡ് ആയിട്ടുള്ള ഒരുത്തനെയാണ് അതിനുവേണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. ഇത്രയും ബോധ്യം വിവരമില്ലേ നിനക്ക്? പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വിവരം ബോധമില്ലാത്ത കുറെ എണ്ണം. എന്തായാലും കൊള്ളാം, മുട്ട കോമഡി അയക്കുന്ന സംഭവം. ബാക്കി കണ്ടോക്കാം. മെയിൻ സംഭവം ഭീഷണിപ്പെടുത്തുന്നത്
എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞെങ്കിൽ ഇത്രയും നാള് ഈ ഭീഷണിപ്പെടുത്തിയോണ്ടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത് തന്നെ. അത് ശരി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അങ്ങനെ ആ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലല്ലു ഇബിനെ ഈ പറയുന്ന സഫ ആശ്രയിച്ചത്. കൊള്ളാം, നല്ല ആളടുത്ത് തന്നെയാണ് സഫ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല ആളാണ്. മെഹനാസിനെക്കാളും നിന്നെ ലല്ലു പൊന്നുപോലെ നോക്കിക്കോളൂ. അല്ലാണ്ടൊക്കെ എന്താ അവളോട് പറയാ. എനിക്കുണ്ടല്ലോ ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നല്ല ചിരി വരുന്നുണ്ട്. ഞാൻ അടക്കി പിടിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിക്കും, എന്ത് പൊട്ടത്തിയാണ് ഇവളൊക്കെ. സമ്മതിച്ചെന്ന് കേട്ടു. ഇവളെ പോലെ ഇവള് മാത്രമേ ഈ ലോകത്ത് കാണത്തുള്ളൂ. സാധാരണ ഒരാൾക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്തൊരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ അല്ലേ. കാരണം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന് വരും വരായികൾ നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനേക്കാളും ടോക്സിക് ആയിട്ടുള്ള മറ്റു റിലേഷൻഷിപ്പിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്താ പറയാ അല്ലേ. എന്തായാലും മുട്ടം കോമഡി ആയിരിക്കുന്ന സംഭവം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.